മാർഷൽ അവിടെ ബെൽജിയം മാൽനോസ് നായകൾ അടക്കം ഉള്ളവ എത്തിച്ച് അവരെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിലാണല്ലോ ഇന്ന് സാധ്യമാവുക. ആ തരത്തിൽ അവർക്ക് പ്രവർത്തനം ആരംഭിച്ചോ? ഈ നായകൾ ഈ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു? അവർ ഭാഗികമായിട്ടാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം പൂർണ്ണമായും മുഴുവൻ സേനാംഗങ്ങളും ഈ പ്രദേശത്തേക്ക് ഇറങ്ങി പരിശോധന ആരംഭിക്കും. ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ ഒഴിവാക്കിയുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇവർ പരിശോധന നടത്തുക. നീണ്ടു പരന്നു കിടക്കുന്ന ഒരു വലിയ ഏരിയയാണ് ഇത്. ഇവിടെ മുഴുവൻ പരിശോധന നടത്താൻ തന്നെ വളരെയധികം സമയം വേണ്ടിവരും. അതുകൊണ്ട് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പം ആർമി ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കഡാവർ ഡോഗിനെയും അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നതിനേക്കാളും ദുഷ്കരമാണ്. കാരണം ചെളിയും മണ്ണും എല്ലാം നിറഞ്ഞിട്ട് ഇവിടെ പരിശോധനകൾ നടത്തുന്നതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ദുഷ്കരമായ ഒരു അവസ്ഥയിലുള്ള പരിശോധനയാണ് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് പരിശോധന പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇവിടെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല. കുറച്ച് സാവകാശത്തിൽ മാത്രമേ ഇവിടെ ഇത്തരം പ്രവർത്തനം സാധിക്കുകയുള്ളൂ. കനത്ത ചെളിക്കകത്ത് നിന്നുകൊണ്ട് വേണം ഈ പരിശോധന നടത്തുവാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കാലതാമസം എടുക്കും. എങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വിഭാഗം ആൾക്കാർ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ല. കാരണം അപകടം നിറഞ്ഞ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ചതുപ്പാണ്, ഒപ്പം വൻ വൃക്ഷങ്ങൾ മൂടിക്കിടക്കുകയാണ്. അതിനിടയിൽ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മാറ്റിയാണ് ഇവർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. പരിസര പ്രദേശത്തുള്ള ഏകദേശം 4 വീടുകൾ, അവരെല്ലാം തന്നെ വീട് ഒഴിഞ്ഞു പോയിരുന്നു. അവിടങ്ങളിലെല്ലാം ഷാനവാസ സൂക്ഷിച്ച് ആ മേഖലകൾ കൂടി നോക്കിയിട്ടാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചതുപ്പിൽ പ്രധാനമായിട്ടും മരങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് മുഴുവൻ അതിനപ്പുറമുള്ള പ്രദേശത്തായിരുന്നു ഈ മരങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ അതും ആ മരങ്ങളെല്ലാം തന്നെ, ആ വൻവൃക്ഷങ്ങളുടെ ശേഖരങ്ങളെല്ലാം തന്നെ ഒരു വശത്തേക്ക്, കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇനിയും ആ പ്രവർത്തനമായിരിക്കും നടക്കുക. ഇതിനിടയിൽ എത്രമാത്രം പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അതുകൊണ്ട് പരിശോധന നടത്തുക, തുടർച്ചയായിട്ട് ഇതിനിടയിൽ പരിശോധന നടത്തിക്കൊണ്ട് എത്രയും വേഗം ഈ പ്രദേശത്ത് മനുഷ്യ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ചൂരൽമലയിലും പരിസര പ്രദേശത്തുമുള്ളവരുടെ മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീടിനുള്ളിൽ അവരെയെല്ലാം തന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന നടത്തുക. അതിനുവേണ്ടി പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോഗ്സും ഒപ്പം ഇത്തരം ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും തുടർപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുമാണ് ഈ സ്ഥലത്തെത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ആർമിക്കൊപ്പം തന്നെ റോഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ സംഘം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം ഫോറസ്റ്റിൻ്റെയും ഉദ്യോഗസ്ഥരാണ് മറ്റു വിഭാഗത്തിലുള്ളത്. അവരും ചേർന്നിട്ടുള്ള സംയുക്തമായ ഒരു പരിശോധനയാണ് നടത്തുന്നത്. മഴ അല്പം തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വെള്ളാർമലയിലും പരിസര പ്രദേശത്തുമുള്ളത്. ഇവിടെ നിന്ന് പുഴയുടെ വശത്തേക്ക് നീങ്ങിയുള്ള പരിശോധന കൂടി ഇവർ ആരംഭിക്കും. ഇത് പുഴ ഒഴുകുന്ന ഒരു പ്രദേശമായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇത് പുഴയുടെ സഞ്ചാരപാതയല്ല, മറിച്ച് ഉരുള് പൊട്ടിയ സമയത്ത് പുഴയൊഴുകുവാൻ സാധിക്കാതെ തിങ്ങി നിറഞ്ഞൊഴുകിയ പുഴ ഒരു വഴി കണ്ടെത്തിയതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാപ്പിത്തോട്ടത്തും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ ഇതുപോലെയുള്ള മരങ്ങളും പാറക്കല്ലുകളും അടിഞ്ഞു ചേർന്നതാണ്. അപ്പോൾ ആ പ്രദേശത്ത് നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ, മഴ വീണ്ടും ശക്തമായാൽ വീണ്ടും ഇവിടെ വെള്ളം കയറുന്നു. അതിനുശേഷം വെള്ളം ഇറങ്ങിയതിന് ശേഷമേ പരിശോധന സാധ്യമാകുന്നുള്ളൂ. അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വൻവൃക്ഷങ്ങൾ നീക്കം ചെയ്യുന്ന കട്ടറുകൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു പരന്ന് കിടക്കുന്ന ഈ ചെളിക്കുണ്ടിനിടയിൽ തങ്ങളുടെ ഉറ്റവരെയും തേടുന്ന ഒരു വിഭാഗം നാട്ടുകാരുമുണ്ട്. അവരുടെ സേവനവും ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒപ്പമാണ് കഡാവർ ഡോഗ്സിനെയും ഉപയോഗിക്കുന്നത്. അങ്ങനെ അതീവ ദുഷ്കരമായ വലിയൊരു പരിശ്രമത്തിലൂടെ ഈ ദുരന്തബാധിത മേഖലയിലെ മറ്റു തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അടുത്ത ഹിറ്റാച്ചി കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ചെളികൾ കോരി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഇനി നടക്കുക. മറ്റ് യന്ത്രകയിലും ഒരു വിഭാഗം
ഉദ്യോഗസ്ഥരോട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ഇഞ്ചും വളരെ വ്യക്തമായി പരിശോധിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ജോലി ആരംഭിച്ചിരിക്കുന്നു. ഇതിന്ന് വൈകിട്ട് ഇരുട്ട് വീഴുന്നിടം വരെ, അതായത് ഒരു സമയം വരെ മാത്രമേ ഇവിടെ പരിശോധന നടത്താൻ പറ്റുള്ളൂ. ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതിയില്ല. ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തതിനാൽ വളരെ ദുഷ്കരമായി തന്നെയാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ പരിശോധന എടുക്കാൻ വേണ്ടി പറ്റുകയില്ല. പകൽ സമയത്ത് മാത്രമേ പറ്റുകയുള്ളൂ. അതിന്